സൈനികനായ മകന്റെ പരാതിയിൽ മാതാവിനെ തട്ടിപ്പ് കേസിൽ ഇടുക്കി തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തു. അച്ചൻകാനം സ്വദേശിനി ബിൻസി ജോസ് ആണ് അറസ്റ്റിലായത്. സ്വർണം മോഷ്ടിച്ചതും നാട്ടിൽ നടത്തിയ മറ്റ് സാമ്പത്തിക തട്ടിപ്പുകളും ചൂണ്ടിക്കാണിച്ച് മകൻ നൽകിയ പരാതിയിലായിരുന്നു അറസ്റ്റ്. തട്ടിയെടുത്ത പണം ആഭിചാരക്രിയകൾക്കായി ഉപയോഗിച്ചു എന്നാണ് ആരോപണം. വർഷങ്ങൾക്ക് മുൻപും ബിൻസി സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയിരുന്നു. ഇടുക്കി തങ്കമണി അച്ചൻകാനം പഴയചിറയിൽ 53-കാരിയായ ബിൻസി ജോസിനെയാണ് തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച മൂവാറ്റുപുഴ സ്വദേശി അംബികയും അറസ്റ്റിലായി. സൈനികനായ മകൻ അഭിജിത്തിന്റെ പരാതിയിലാണ് മോഷണത്തിനും സാമ്പത്തിക തട്ടിപ്പിനും ബിൻസി അറസ്റ്റിലായത്. മകൾ മീരയുടെ 10 പവനും മകന്റെ ഭാര്യ സന്ധ്യയുടെ 14 പവൻ സ്വർണവും മോഷ്ടിച്ച് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് പരാതി. കൂടാതെ തങ്കമണി കാമാക്ഷി മേഖലകളിലെ വിവിധ സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പലരുടെയും പേരിൽ ലക്ഷങ്ങൾ വായ്പയായി കൈക്കലാക്കുകയും ചെയ്തു. തട്ടിയെടുത്ത പണം എന്തു ചെയ്തെന്ന് ഭർത്താവ് ജോസും മക്കളും പല പ്രാവശ്യം ചോദിച്ചിട്ടും സ്വർണമെടുത്തത് സമ്മതിക്കുകയോ പണം എങ്ങനെ ചെലവഴിച്ചെന്ന് പറയുകയോ ചെയ്തില്ല. തട്ടിയെടുത്ത പണം തിരികെ ചോദിച്ച് ആളുകൾ വീട്ടിൽ വന്നതോടെ ഭർത്താവും ബിൻസിയോടുള്ള നിലപാട് കടുപ്പിച്ചു. ഇതേ തുടർന്ന് ബിൻസി തങ്കമണിയിൽ നിന്നും ഉപ്പുതറയിലുള്ള മാതാവിന്റെ അടുത്തേക്ക് മാറി. ഇവിടെ അന്വേഷിച്ചെത്തിയ ജോസും ബിൻസിയുടെ മാതാവും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അതിനിടെ മാതാവിന് വെട്ടേൽക്കുകയും ചെയ്ത സംഭവം മുൻപുണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. അന്വേഷണത്തില് അതുപോലെ തന്നെ സമാനമായിട്ട് ഇവരുടെ ഈ പ്രതിയുടെ മകളുടെ 10 പവൻ സ്വർണവും ഈ പ്രതി ഇതിനു മുമ്പെടുത്ത് പണയം വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. മരുമകളുടെ 14 പവൻ സ്വർണവും മകളുടെ 10 പവൻ സ്വർണവും പ്രതി അവരുടെ അനുമതി കൂടാതെ അവർ സൂക്ഷിച്ചിരുന്ന ലോക്കറിൽ നിന്നെടുത്ത് പണയം വെച്ചിട്ടുള്ളതായിട്ടാണ് അറിവായിട്ടുള്ളത്. കൂടാതെ ഇവര് സമാനമായി സമീപവാസികളിൽ നിന്ന് ഒരുപാട് പണം പല സമയങ്ങളിലായി കൈപ്പറ്റുകയും അതുപോലെ തന്നെ പല ആളുകളുടെയും സ്വർണ്ണാഭരണങ്ങളും മറ്റും വാങ്ങി പണയം വെച്ചതായിട്ടും വെളിവായിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ബിൻസി ഒളിവിൽ പോയതായി മകൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. മകന്റെ ഭാര്യയെ ചായയിൽ ഗുളിക കലക്കി കൊടുത്ത് അപകടപ്പെടുത്താനും ശ്രമിച്ചതായാണ് ആരോപണം. ഇതിന് ബിൻസിയെ സഹായിച്ചത് സുഹൃത്തായിരുന്നു. മൊബൈൽ സന്ദേശത്തിലൂടെ സുഹൃത്ത് ബിൻസിക്ക് നിർദ്ദേശം നൽകുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. തട്ടിയെടുത്ത പണം ആഭിചാരക്രിയകൾക്കായി ഉപയോഗിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവരുടെ വീട്ടിൽ നിന്നും വിവിധ മതചിഹ്നങ്ങൾ അടങ്ങിയ തകിടും മറ്റും പോലീസ് കണ്ടെടുത്തു. ഒളിവിൽ പോയ ബിൻസി മൂവാറ്റുപുഴയിൽ അംബികയുടെ വീട്ടിൽ കഴിയുന്നതിനിടെ വണ്ടിപ്പെരിയാറിലുള്ള മന്ത്രവാദിയുടെ അടുത്തെത്തിയതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചു. തുടർന്ന് തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ എബി സംഘവും തന്ത്രപൂർവ്വം ഇവരെ പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ ബിൻസി കുറ്റം സമ്മതിച്ചെങ്കിലും പണം എങ്ങനെ ചെലവഴിച്ചെന്ന് പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി.